ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഈസി ബോട്ടണി ടേസ്റ്റി ബോട്ടണി. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയൊരു സംഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ 2020 മാർച്ചിലെ ഹയർ സെക്കൻഡറി എക്സാം നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ഇയറിന് ആദ്യം തുടങ്ങുന്ന എക്സാം ബയോളജി എക്സാം ആണ്. അപ്പൊ നമുക്ക് അത് ഫസ്റ്റ് എക്സാമിനെ പൊളിക്കണം. നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ എഴുതാൻ കിട്ടുള്ളൂ. അപ്പോൾ വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മൾ എക്സാമിന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് അറിയാം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഹാഫ് ഇയർലിക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തുടക്കത്തിൽ ഇംഗ്ലീഷിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാവും. കൂടാണ്ട് പിന്നെ കുറേ ഓപ്ഷൻ, കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോയ്സുകളുണ്ട്. അതായത് ഒന്നാമത്തെ ഫസ്റ്റ് സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1 മാർക്കിന്റെ. അതിൽ നമ്മൾ 3 എഴുതിയാൽ മതി. പിന്നീട് നമുക്ക് അതേപോലെ തന്നെ പിന്നെ 2 മാർക്കിന്റെ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമുക്ക് 9 എഴുതിയാൽ മതി. അതുപോലെ 3 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമുക്ക് 3 എഴുതിയാൽ മതി. അതായത് നമ്മൾ ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 47 മാർക്കുണ്ട്. നമ്മൾക്ക് 30 മാർക്കിനെ എഴുതേണ്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കുറെ ചോയ്സുകളുണ്ട്. എന്ന് വെച്ച് ഇത് ഈസി അല്ല. ഓരോ സെക്ഷനിലും ഇത് കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എഴുതി പോണം. അപ്പോൾ നന്നായിട്ട് പ്ലാൻഡ് ആയിട്ട് പഠിച്ചാൽ മതി. കൂടാണ്ട് ഈ ബോട്ടണി എക്സാമിന്റെ കൂടെ തന്നെ അന്ന് സുവോളജി എക്സാം ഉണ്ടാവും. അത് അപ്പൊ നമുക്ക് ഒരുപാട് ഇത് രണ്ടും കൂടി ഒരുപാട് മെനക്കെട്ട് പഠിക്കേണ്ടി വരും. അപ്പൊ മുന്നേ തന്നെ നന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആവും എക്സാം. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല പ്ലാൻഡ് ആയിട്ട് പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കാൻ. കൂടാണ്ട് ഞാനൊരു പുതിയൊരു സംഭവം ഉണ്ടായി. നമുക്ക് ഒരു പ്രതികരണ ശേഷി ഉണ്ടാവണം അല്ലെ. അപ്പോൾ ഇത് ഓരോ സെക്ഷൻ കഴിയുമ്പോഴും നമ്മളെ റിവിഷനിൽ ഓരോ സെക്ഷനിലും ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇടും. ആ ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾ അതിന്റെ ആൻസർ ഇടണം. ആൻസർ ഇട്ട് കഴിഞ്ഞിട്ട് മാർച്ച് 31 വരെ നമ്മളിങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് പലപ്പോഴും ഇട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ കമന്റ്സിൽ ഏറ്റവും കൂടുതൽ കറക്റ്റ് ആൻസർ വന്ന ആളുകൾക്ക് സമ്മാനമുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്പം തന്നെ അന്ന് ഇപ്പോൾ ഫസ്റ്റ് തന്നെ വീഡിയോ കാണുമ്പോൾ 5 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇടണം. അപ്പം നമ്മൾ പഠിച്ചു തുടങ്ങാണ്. ഓക്കെ മക്കളെ, ഫസ്റ്റ് ആദ്യം നമുക്ക് പഠിക്കാൻ പോകുന്ന ബോട്ടണിയിൽ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ ഇത് നന്നായി എടുത്തിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾ അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ ഇപ്പൊ നമ്മൾ പഠിച്ചത്. അപ്പൊ ഞാൻ വളരെ ബ്രീഫായിട്ട് അതൊന്ന് പറഞ്ഞു പോവുകയാണ്. ഫസ്റ്റ് ആദ്യത്തെ നമുക്കറിയാം അരിസ്റ്റോട്ടിൽ ഫാദർ ഓഫ് ബയോളജി എന്ന് പറയുന്നതാണ്. അരിസ്റ്റോട്ടിലാണ് ആദ്യമായിട്ട് ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്തത്. അതായത് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരുന്നു ആ ക്ലാസിഫിക്കേഷൻ. അതിൽ he classified plants into ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ്. പ്ലാന്റുകളെ ട്രീസും ഷ്രബ്സും ഹെർബ്സുമായിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. അതേപോലെ തന്നെ ആനിമൽസ് വിത്ത് റെഡ് ബ്ലഡ് ആൻഡ് വിത്തൗട്ട് റെഡ് ബ്ലഡ്. അപ്പൊ രണ്ടും ആനിമൽസിന് റെഡ് ബ്ലഡ് ഉള്ളത്, റെഡ് ബ്ലഡ് ഇല്ലാത്തത്. അതേപോലെ പ്ലാന്റിന് ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ് ആയിട്ടാണ് അരിസ്റ്റോട്ടിൽ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്തത്. ഈ ക്ലാസിഫിക്കേഷൻ പോരായിരുന്നു, അതിന് കുറെ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അപ്പോ പിന്നീടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലിന്നയസിന്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ലിന്നയസിന്റെ ക്ലാസിഫിക്കേഷന് പറയുന്ന പേരാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രപ്പോസ്ഡ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. കാൾ ലിന്നയസ് പ്രപ്പോസ്ഡ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതായത് he classified the organisms into 2 kingdoms. ഒന്ന് കിങ്ഡം പ്ലാന്റ് ആൻഡ് സെക്കൻഡ് വൺ കിങ്ഡം ആനിമാലിയ. ഇങ്ങനെ 2 കിങ്ഡംസ് ഉണ്ടായത്. അപ്പൊ ഈ ഫുൾ ആയിട്ടുള്ള ഓർഗാനിസംസിനെ ഇങ്ങനെ 2 കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുമ്പോൾ അതിനും കുറെ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. ആ ഡ്രോബാക്സ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാല് they did not distinguish between പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. ജീവജാലങ്ങളെ പ്രോകാരിയോട്സിനെ യൂകാരിയോട്സിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, അത് 1 സെല്ലുള്ളത്, കുറെ സെല്ലുള്ളത്. അപ്പൊ ഇവയെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഫോട്ടോസിന്തറ്റിക്കും നോൺ ഫോട്ടോസിന്തറ്റിക്കും, ഫോട്ടോസിന്തസിസ് നടത്തുന്ന ജീവജാലങ്ങൾ, നോൺ ഫോട്ടോസിന്തറ്റിക്. ഫോർ എക്സാമ്പിൾ നമ്മുടെ യൂഗ്ലീന പോലത്തെ ജീവജാലങ്ങൾ അവ ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്. അപ്പൊ ഇവയൊക്കെ തന്നെ നമുക്ക് ഇൻക്ലൂഡ്
ഇൻക്ലൂഡ് ചെയ്യാം, ഏതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നു. പ്ലാന്റിൽ പെടുത്തണോ ആനിമലിൽ പെടുത്തണോ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. സെക്കൻഡ് വൺ അരിസ്റ്റോട്ടൽ ഓൺലി മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് വൺ ലിന്നൈസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. He classified the organisms into two kingdoms. That classification known as two kingdom classification. അതിന്റെ ഡ്രോബാക്സ് അത് എക്സാമിന് ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ്? Then we cannot distinguish between prokaryotes and eukaryotes, unicellular and multicellular organisms, photosynthetic and non photosynthetic organisms. ഇവയെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിന് കുറെ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അപ്പൊ പോരാ, നമ്മൾ ക്ലാസിഫിക്കേഷൻ നിർത്തുന്നില്ല. പിന്നീട് പ്രപ്പോസ് ചെയ്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഇവയ്ക്ക് 5 കിങ്ഡംസ് ആക്കി മാറ്റെ. ദാറ്റ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ R.H. Whittaker. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് R.H. Whittakerന്റെ ക്ലാസിഫിക്കേഷൻ. ദാറ്റ് ക്ലാസിഫിക്കേഷൻ നോൺ ആസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ലിന്നയസ് ആണ് പ്രപ്പോസ് ചെയ്തത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ R.H. Whittaker ആണ് പ്രപ്പോസ് ചെയ്തത്. Then ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ക്രൈറ്റീരിയ എന്തായിരുന്നു? ഇതിന്റെ മാനദണ്ഡങ്ങൾ, ഇതിനെ 5 ഗ്രൂപ്പുകളാക്കാൻ അവർ ഉപയോഗിച്ച ക്രൈറ്റീരിയ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതാണ് ക്രൈറ്റീരിയ. ക്രൈറ്റീരിയ ഫസ്റ്റ് വൺ സെൽ സ്ട്രക്ചർ, ഈ ജീവജാലങ്ങളുടെ സെല്ലിന്റെ സ്ട്രക്ചർ. സെക്കൻഡ് വൺ താലസ് ഓർഗനൈസേഷൻ, എങ്ങനെയാണ് അവരുടെ താലസ് ഇരിക്കുന്നത്, താലസ് ഓർഗനൈസേഷൻ. ആൻഡ് ദ തേർഡ് വൺ മോഡ് ഓഫ് ന്യൂട്രീഷൻ, എങ്ങനെയാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത്. അതായത് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാണോ മറ്റു ജീവജാലങ്ങളെ ആശ്രയിക്കുകയാണോ, അതാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അടുത്ത റീപ്രൊഡക്ഷൻ, അവിടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് അവയിൽ നിന്ന് പുതിയ തലമുറകൾ ഉണ്ടാകുന്നത്, റീപ്രൊഡക്ഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അപ്പൊ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ക്രൈറ്റീരിയ എപ്പോഴും നമ്മളടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഇങ്ങനെ എപ്പോഴും കുട്ടികളെ തെറ്റിക്കാറുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ എന്തായിരുന്നു? സെൽ സ്ട്രക്ചർ. ദ സെക്കൻഡ് വൺ thallus organization, cell structure, thallus organization. Third one mode of nutrition. And പിന്നീടുള്ളത് reproduction. Fourth one reproduction. And the last one phylogenetic relationship. അപ്പൊ ഈ 5 കൂടി പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ CTMRP. C എന്ന് പറഞ്ഞാൽ സെൽ സ്ട്രക്ചർ, ടി എന്ന് പറഞ്ഞാൽ താലസ് ഓർഗനൈസേഷൻ. CT സ്കാൻ നിങ്ങൾ കേട്ടില്ല, അത് ഓർത്ത് വെച്ചാൽ മതി. CT സ്കാനിന് MRP എത്ര രൂപയാണെന്നുള്ളത് കേട്ടോ. C സെൽ സ്ട്രക്ചർ, T താലസ് ഓർഗനൈസേഷൻ, M മോഡ് ഓഫ് ന്യൂട്രീഷൻ, R റീപ്രൊഡക്ഷൻ ആൻഡ് P ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഇത്രയാണ് നമ്മൾ ഇതിന് ഇവിടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ക്രൈറ്റീരിയ. ദെൻ അപ്പൊ ഏതൊക്കെയാണ് ഈ 5 കിങ്ഡംസ് നോക്കാം. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. 1 കിങ്ഡം മൊനീറ, 2 കിങ്ഡം പ്രോട്ടിസ്റ്റ, 3 കിങ്ഡം ഫഞ്ചി, 4 കിങ്ഡം പ്ലാന്റ് ആൻഡ് 5 കിങ്ഡം ആനിമാലിയ. വൺസ് അഗൈൻ, കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചി, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമാലിയ. അപ്പൊ നോക്കാം നമുക്ക് കിങ്ഡം മൊനീറയുടെ പ്രത്യേകത. അപ്പൊ ഈ 5 കിങ്ഡംസ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കിങ്ഡം മൊനീറയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ദേ ആർ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. കിങ്ഡം മൊനീറ യൂണിസെല്ലുലാർ ആണ്. ആൻഡ് ദേ മേ ബി ഓട്ടോട്രോഫിക്, അവര് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കാം. ഓട്ടോട്രോഫിക് ആവാം, ഹെറ്ററോട്രോഫിക് ആവാം. പ്രോകാരിയോട്ട്, യൂണിസെല്ലുലാർ, ഓട്ടോട്രോഫിക് ഓർ ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ്. അതാണ് കിങ്ഡം മൊനീറയിൽ വരുന്നത്. കിങ്ഡം മൊനീറയുടെ പ്രത്യേകത. പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ ദേ ആർ യൂകാരിയോട്ടിക്. അതായത് പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ അവർക്ക് ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയസ് ഒന്നും കവർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ സിമ്പിൾ സെല്ലുകളാവും പ്രോകാരിയോട്ട്. അത് നിങ്ങൾക്ക് അറിയാം, കറക്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടാവില്ല, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. ദെൻ കിങ്ഡം പ്രോട്ടിസ്റ്റയുള്ള യൂകാരിയോട്ടിക് ആണ്, യൂണിസെല്ലുലാർ ആണ്. ദേ മേ ബി ഓട്ടോട്രോഫിക് ഓർ ഹെറ്ററോട്രോഫിക്. ഓക്കെ, അപ്പൊ ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ളതാണ് കിങ്ഡം ഫഞ്ചി. കിങ്ഡം ഫഞ്ചി യൂകാരിയോട്ടിക്. അതിൽ യൂകാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ, ഒരു യൂണിസെല്ലുലാർ ഉണ്ട് കേട്ടോ. ഈസ്റ്റ് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗസ് ആണ്. ദെൻ ഹെറ്ററോട്രോഫിക് ആണ്, ഫംഗസുകൾ മറ്റുള്ളവയെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഫുഡിന്
പ്ലാന്റ് നമുക്കറിയാം, പ്ലാന്റ് യൂക്കാരിയോട്ടിക് ആണ്, വലിയ ഒരു കുറെ സെല്ലുകളുണ്ട്, മൾട്ടി സെല്ലുലാർ ആണ്, സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നതാണ്. ഓട്ടോട്രോഫിക്. അനിമാലിയ യൂക്കാരിയോട്ടിക്, മൾട്ടി സെല്ലുലാർ ആൻഡ് ഹെറ്ററോട്രോപിക്. ദേ ഡിപ്പെൻഡ് അതർ ഓർഗാനിസംസ് ഫോർ ദെയർ ഫുഡ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നോക്കൂ നിങ്ങൾ. മൊനീറ ഇപ്പൊ സെല്ല് നോക്കി കഴിഞ്ഞാൽ പ്രോകാരിയോട്ടിക് യൂണിസെല്ലുലാർ ആണ്. യൂണിസെല്ലുലാർ ആയിട്ടുള്ളത് പിന്നീട് ഏതാണ്, കിങ്ഡം പ്രോട്ടിസ്റ്റ് യൂണിസെല്ലുലാർ ആണ്, മറ്റൊക്കെ മൾട്ടി സെല്ലുലാർ ആണ്. ഓക്കെ. അതേപോലെ മൊനീറ മാത്രമേ പ്രോകാരിയോട്ടിക് ഉള്ളൂ, ബാക്കിയൊക്കെ യൂകാരിയോട്ടിക് ആണ്. ഇതേപോലെ തന്നെ അവിടെ ന്യൂട്രീഷൻ നോക്കുകയാണെന്ന് വെച്ചാല് ഈ മൊനീറി പ്രോട്ടിസ്റ്റിങ് അവര് ചെറിയ ഓർഗാനിസംസാ. അവയ്ക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. അവരെന്ത് ചെയ്യും, ഓട്ടോട്രോഫിക് ആവും, തോന്നുന്ന പോലെ ഓട്ടോട്രോഫിക് ആവും, അല്ലെങ്കിൽ ഹെറ്ററോട്രോഫിക്. ഫങ്ഷൻ എന്ന എന്താണ്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുക, അവർ ഹെറ്ററോട്രോഫിക് ആണ്. അതേപോലെ തന്നെ അനിമലിയും ഹെറ്ററോട്രോഫിക് ആണ് അല്ലെ, നമ്മളൊക്കെ തന്നെ പ്ലാന്റുകളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഓട്ടോട്രോഫിക് ആയിട്ട് ഫുള്ളായിട്ട് ഓട്ടോട്രോഫിക് ആയിട്ടുള്ളത് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഫംഗസും അതേപോലെ അനിമാലിയും, ഇങ്ങനെ ഫഞ്ചിയും കിങ്ഡം അനിമാലയും എന്താണ്, ഹെറ്ററോട്രോഫിക് ആണ്. ദെൻ പ്രോട്ടിസ്റ്റയും മൊനേറയും ദേ മേ ബി ഓട്ടോട്രോഫിക് ഓർ ഹെറ്ററോട്രോഫിക്. ഇത്രയാണ് നമുക്ക് ഈ ഫസ്റ്റ് പോർഷനിൽ പഠിക്കാനുള്ള. അപ്പൊ ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചോദിക്കാറുണ്ട്. അതായത് ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ അത് റിലേഷൻഷിപ്പ് മുകളിലുള്ള ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് പെയേഴ്സ്, ഫിൽ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, മുകളിൽ താഴെയുള്ള റിലേഷൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും ഒക്കെ ചോദിക്കാറുള്ള. പിന്നീട് ഇതിന്റെ ഡ്രോബാക്സ്, 2 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഡ്രോബാക്സ് ചോദിക്കാറുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ പ്രോകാരിയോട്ടിക് യൂക്കാരിയോട്ടിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇവിടെ ഈ മൊനീറ പ്രോട്ടിസ്റ്റയുടെ ഒക്കെ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ ചോദിക്കാറുള്ളത്. അതേപോലെ തന്നെ അപ്പോൾ നന്നായിട്ട് നിങ്ങൾ വളരെ നന്നായിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, എല്ലാവർക്കും വളരെ നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. അപ്പൊ നമ്മൾ വളരെ ഒരുപാട് ഭയങ്കര എക്സാം എമർജൻസി നന്നായിട്ട് പഠിച്ചു തുടങ്ങുകയാണ്, പ്ലാൻഡ് ആയിട്ട് പഠിച്ചു തുടങ്ങുകയാണ്. ഓക്കെ, വളരെ നന്നായിട്ട് പഠിക്കുക.